പയ്യോളി ഭാഗത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരും ദേശീയപാത അതോറിറ്റിയും ചേർത്ത് പ്രത്യേക യോഗം വിളിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. പയ്യോളി വടകര ഭാഗത്ത് ദേശീയപാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ പയ്യോളി മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയപാതയിൽ പയ്യോളി ഭാഗത്തെ രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ പയ്യോളി നഗരസഭ, തിക്കോടി, മൂടാടി ഗ്രാമപഞ്ചായത്തുകൾ എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും കരാറെടുത്ത വകാട് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും പ്രത്യേക യോഗം ചേരുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. പയ്യോളി വടകര ഭാഗത്ത് ദേശീയപാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ പയ്യോളി മുനിസിപ്പാലിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓവുചാൽ സംബന്ധിച്ച പ്രശ്നമാണ് യോഗം ചർച്ച ചെയ്യുക. ദേശീയപാത വീതി കൂട്ടിയപ്പോൾ നിർമ്മിച്ച ഓവുചാൽ നേരത്തെയുള്ള ഓവുചാലുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ, അലൈൻമെന്റ് ശരിയായ രീതിയിലാണോ എന്നീ കാര്യങ്ങളൊക്കെ എഞ്ചിനീയർമാരുടെ യോഗം പരിശോധിക്കും. ദേശീയപാത വികസന പദ്ധതി ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും പങ്കാളികളായുള്ള പദ്ധതിയാണെന്നും അതിന് നാഥനില്ലാത്ത അവസ്ഥയില്ലെന്നും കലക്ടർ ചൂണ്ടിക്കാട്ടി. തിരുവങ്ങൂർ മുതൽ മൂരാട് വരെ റോഡിലുള്ള കുഴികൾ അടിയന്തരമായി അടയ്ക്കാനും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരാർ കമ്പനിയുടെ നന്ദിയിലുള്ള തൊഴിലാളികളുടെ ക്യാമ്പിൽ നിന്ന് മലിനജലം തുറന്നുവിടുന്നത് നാട്ടുകാർക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്ന വിഷയത്തിൽ കമ്പനി പരിഹാരം കാണണം. ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കലക്ടർ അറിയിച്ചു. ദേശീയപാതയിൽ വലിയ പ്രശ്നം അഭിമുഖീകരിക്കുന്ന സമയമാണെന്ന് യോഗത്തിൽ സംസാരിച്ച കാനത്തിൽ ജമീല MLA ചൂണ്ടിക്കാട്ടി. വകാടിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രശ്നം. ഓവുചാലിന്റെ പ്രശ്നവും സർവീസ് റോഡ് സംബന്ധിച്ച പരാതികളും പരിഹരിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് MLA ആവശ്യപ്പെട്ടു. യോഗത്തിൽ തിക്കോടി, മൂടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഡെപ്യൂട്ടി കളക്ടർ, ദേശീയപാത അതോറിറ്റി, വകാട് കമ്പനി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യോളി.